എല്ലാ സ്പോർട്സ് അസോസിയേഷനുകൾക്കും ഒരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും, നിങ്ങളുടെ പ്രപ്പോസ് തീരുമാനങ്ങളും, ഈ സുതാര്യത എന്ന് പറഞ്ഞാൽ അനാവശ്യ രഹസ്യാത്മകതയുടെ ഒഴിവാക്കണം. അനാവശ്യ രഹസ്യാത്മകതയുടെ ഒഴിവാക്കലിനാണ് സുതാര്യത എന്ന് പറയുന്നത്. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നും ആ സ്പോർട്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ സ്പോർട്സിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, നടപ്പാക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ വികസനം, അതിൻ്റെ പ്ലാനിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൊതുജന മധ്യത്തിൽ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന രീതിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും ഒഴിവാകും. അപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനുണ്ടാകുന്ന ചെലവ്, ഇതെല്ലാം പറയണം. നേരെ മറിച്ച് ഒരു ടീമിൻ്റെ ഗോൾഡി ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ സ്ട്രാറ്റജി ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ സ്വകാര്യതയും മത്സരത്തിൻ്റെയും കാര്യമാണ്. അങ്ങനെ പുറത്തുവിട്ടാൽ കുഴപ്പമില്ലാത്ത എല്ലാ കാര്യങ്ങളും അത് പരസ്യപ്പെടുത്താനുള്ള ഒരു മാനസികമായ സന്നദ്ധത നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് വേണം. ഞാനിത് ആരോടും പറയേണ്ട കാര്യമില്ല, ഞാൻ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞും കേട്ടും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയുമാണ് ഞാൻ നടത്തുന്നത് എന്ന് സ്പോർട്സ് അസോസിയേഷൻ്റെ നേതാക്കന്മാർ സ്വയം അഭിമാനപൂർവ്വം പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഞാൻ നാലാമത് പറയാൻ ഉദ്ദേശിക്കുന്നത്.